നീ ഏത് ജാതിക്കാരനാണ്? ഞങ്ങളുടെ ഈ മതത്തിൻ്റെ പ്രശ്നത്തിൽ ഇടപെടാൻ നിനക്കെന്ത് അർഹത? അത് ജനാധിപത്യ സംവിധാനത്തിന് വെല്ലുവിളിയുയർത്തുന്ന ശക്തികളാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. മതപ്പോലീസാണോ നമുക്ക് വേണ്ടത്? ഈ ചോദ്യങ്ങൾ സമൂഹത്തിൽ ഉണ്ടാവണം. ഇവർക്ക് നേരെ ഇത്തരം ചോദ്യങ്ങൾ ഉയർന്നു വരണം. ഞങ്ങളിവിടെ ഈ പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയിട്ടുള്ളത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി മാർത്തോമ നസ്രാണി സഭയിലെ, ഇപ്പോൾ സീറോ മലബാർ സഭയിൽ നിന്ന് ഇപ്പോൾ വിളിക്കപ്പെടുന്ന മാർത്തോമ നസ്രാണി സഭയിലെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടക്കുന്ന ഏകീകൃത വിശുദ്ധ കുർബാന നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള സംഘർഷപൂർവമായ ചില കാര്യങ്ങളെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനും പൊതുജനങ്ങളുടെ സമക്ഷം അതിൻ്റെ ചില സങ്കീർണതകളെക്കുറിച്ച് ബോധ്യപ്പെടുത്തുന്നതിനും മാത്രമാണ്. ആരാധനാക്രമമായിട്ട് യാതൊന്നും ഞങ്ങൾ ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഇവിടെ ഈ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് വിമത വിഘടനവാദികളായിട്ടുള്ള വൈദികരും അവരോടൊപ്പം നിൽക്കുന്ന ആളുകളും നടത്തിയ സമരാഭാസം നിങ്ങളൊക്കെ കണ്ടതാണ്. അതിൽ ചില കാര്യങ്ങൾ പൊതുസമൂഹത്തിന് വളരെ ആശങ്കാജനകമാണെന്ന് കണ്ട് അക്കാര്യം മാത്രം പൊതുജനത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇതൊരു സാമുദായിക പ്രശ്നമാണ്, ആരാധന സംബന്ധമായ ഒരു സമുദായം നേരിടുന്ന പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ആ സമുദായത്തിനുള്ളിൽ നിന്നുകൊണ്ട് പരിഹരിക്കപ്പെടേണ്ട ഒരു കാര്യത്തെ ഒരു ക്രമസമാധാന പ്രശ്നമായിട്ട് വികസിപ്പിക്കാനുള്ള ഗൂഢശ്രമം നടക്കുന്നുണ്ട്. അതിനെ അടിയുറപ്പിക്കുന്ന തരത്തിലുള്ള വികാസങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് ഞങ്ങൾ വാർത്താമാധ്യമങ്ങളോട് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ആ സംവിധാനത്തിൻ്റെ നെടുന്തൂണാണ് പത്രപ്രവർത്തനം എന്ന് പറയുന്നത്. ആ പത്രപ്രവർത്തനം സത്യസന്ധമായി നടപ്പാക്കുന്നതിന് വിഘാതം സൃഷ്ടിക്കുന്നവരാരാണെങ്കിലും അത് ജനാധിപത്യ സംവിധാനത്തിന് വെല്ലുവിളിയുയർത്തുന്ന ശക്തികളാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അവിടെ എന്താ സംഭവിച്ചത്? ഞങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്താൽ മതി, ഞങ്ങൾ പറയുന്നത് സത്യമായിട്ട് ജനങ്ങളുടെ മുമ്പിൽ വിളമ്പിയാൽ മതി. ഇത് ഫാസിസമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ മുമ്പിൽ പറയാൻ സാധിക്കും, ഫാസിസത്തിലേക്കുള്ള നീക്കമാണ് ഇവർ നടത്തുന്നത്. ഇവർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് തെല്ലും ബഹുമാനമില്ല. അവിടെ നമ്മളുടെ പ്രതിനിധികളല്ലേ, മാധ്യമ പ്രവർത്തകരുടെ പ്രതിനിധികളല്ലേ ചിലർ കയ്യേറ്റത്തിന് വിധേയരായത്? അവരുടെ കയ്യിലുള്ള മൈക്കല്ലേ അവിടെ നശിപ്പിക്കാൻ ശ്രമിച്ചത്? അപ്പോൾ എന്ത് തരത്തിലുള്ള വികൃതമായ മനസ്ഥിതിയുടെ ഉടമകളാണ് ഇവരെന്ന് പൊതുജനത്തിന് മനസ്സിലായിട്ടുണ്ട്. ഇത് ചെറുക്കപ്പെടേണ്ട ഒരു പ്രവണതയാണ്. രണ്ടാമത്തെ കാര്യം അതിലും ഗുരുതരമായതാണ്. അത് വേറൊന്നുമല്ല, ഇവിടെ ക്രമസമാധാനം പാലിക്കപ്പെടണം എന്നുള്ളത്, ഈ രാജ്യത്തെ നിയമപരമായ വാഴ്ച നിലനിൽക്കണമെന്നുള്ളത് നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരമാവണം. അത് വർണ്ണ വർഗ ജാതി മത വ്യത്യാസമില്ലാതെ സമതയോടുകൂടി നടപ്പാക്കേണ്ട ഒരു കാര്യമാണ്. അവിടെ ക്രമസമാധാനം പാലിക്കാൻ ചെന്ന ഉദ്യോഗസ്ഥനോട് ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. അതിൻ്റെ പിന്നിൽ നമ്മളുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്ക് നിരക്കാത്ത തരത്തിലുള്ള ചില ചോദ്യങ്ങളാണ് അവിടെ ഉയർന്നു വന്നിട്ടുള്ളത്. എന്താ അത്? നീ ഏത് ജാതിക്കാരനാണ്? ഞങ്ങളുടെ ഈ മതത്തിൻ്റെ പ്രശ്നത്തിൽ ഇടപെടാൻ നിനക്കെന്ത് അർഹത? മതപ്പോലീസാണോ നമുക്ക് വേണ്ടത്? ആ രീതിയിലാണോ ഈ രാജ്യം അധപ്പതിപ്പിക്കപ്പെടേണ്ടത്? ഈ ചോദ്യങ്ങൾ സമൂഹത്തിൽ ഉണ്ടാവണം. ഇവർക്ക് നേരെ ഇത്തരം ചോദ്യങ്ങൾ ഉയർന്നു വരണം. അവിടം കൊണ്ടും തീർന്നില്ല. ഞാൻ ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് മറ്റുള്ളവരിലേക്ക് കൈമാറാം. അവിടം കൊണ്ടും തീർന്നില്ല. ഈ പ്രശ്നത്തിൻ്റെ ഗൗരവാവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ പറയുന്നത്. ഒരു പോലീസുകാരൻ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ട് തിരിച്ചു വരിക, ഇവിടെ ക്രമസമാധാന നില പാലിക്കാനായിട്ട് കയ്യേറ്റം ചെയ്തവരെ ആ സ്ഥലത്ത് നിന്ന് പുറത്ത് സമാധാനപൂർവ്വമായിട്ട് വിടുന്നതിന് വേണ്ടിയിട്ട് അവർ ശ്രമിച്ചപ്പോൾ ഒരു പോലീസുകാരൻ്റെ വാരിയെല്ല് അടിച്ച് ഓടിച്ചു. ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടയിൽ ഒരു പോലീസുകാരനെ മർദ്ദിക്കാനായിട്ട് എന്തവകാശമാണ് ഇവിടെ ആർക്ക് കൊടുത്തിട്ടുള്ളത്? അയാൾ വൈദികനായിരിക്കാം. വൈദികനാകുമ്പോൾ വൈദികൻ്റെ അന്തസ്സിനനുസരിച്ചുള്ള രീതിയിൽ പ്രവർത്തിക്കണം. ഒരാളുടെ പദവിക്കനുസരിച്ച് അയാൾ ചെയ്യുന്ന കുറ്റകൃത്യത്തിൻ്റെ ഗൗരവം കൂടുമെന്നുള്ള ബോധ്യം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഇത്തരം ആളുകളെ മാതൃകാപരമായി ശിക്ഷിക്കണം. ഇതാണ് അടുത്ത കാര്യം.
മൂന്നാമത്തെ കാര്യം, നമ്മുടെ രാജ്യത്തെ ഔദ്യോഗിക പദവികൾ അതിനെ നമ്മൾ ബഹുമാനിക്കുന്ന രാഷ്ട്രീയം നോക്കിയല്ല. മുഖ്യമന്ത്രിയുണ്ട്, പ്രധാനമന്ത്രിയുണ്ട്, അവരുടെ രാഷ്ട്രീയം നോക്കിയല്ല അവരുടെ ഔദ്യോഗിക പദവിയെ നമ്മൾ മാനിക്കുന്നത്. അദ്ദേഹം എൻ്റെയും നമ്മുടെ ഈ രാജ്യത്തുള്ള എല്ലാ പൗരന്മാരുടെയും മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ ചുമതല വഹിക്കുമ്പോൾ പിണറായിയുടെ പോലീസ് എന്ന് പറഞ്ഞുകൊണ്ട് പോലീസിനെ വിശേഷിപ്പിക്കേണ്ട കാര്യമെന്താ? അതിൻ്റെ അർത്ഥം മതത്തെയും രാഷ്ട്രീയത്തെയും കൂട്ടിക്കലർത്താനുള്ള വിഷലിപ്തമായ ചിന്തകളാണ് ഇവരുടെ മനസ്സിലുള്ളത്. ഇവരുടെ ആദർശത്തിൻ്റെ പുറത്തൊന്നുമല്ല. ചില നേരത്ത് അവർ കോൺഗ്രസ് ആകും, അവർക്ക് സൗകര്യമുള്ളപ്പോൾ കമ്മ്യൂണിസ്റ്റ് ആകും, അവർക്ക് സൗകര്യമുള്ളപ്പോൾ BJP ആവും. ഇത്തരക്കാരെ സൂക്ഷിക്കുക. ഇവരെയാണ് അവസരവാദികളെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പൊതുസമൂഹം മനസ്സിലാക്കേണ്ടത്. ഇവരെ ഒരു കൈപ്പാടകലം നിർത്തുക. അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത് അത് പൊതുസമൂഹത്തോടല്ല. ഇത്രമാത്രം കുത്തഴിഞ്ഞ രീതിയിൽ, അക്രമാസക്തമായ രീതിയിൽ പ്രവർത്തിച്ച് ഈ വൈദികരെ ഇപ്പോഴും വെച്ചു പുലർത്തുന്ന നമ്മുടെ സഭാപിതാക്കന്മാരുണ്ട്. അവരെ ഇവിടെ വന്യജീവി ആക്രമണം വരുമ്പം, പാവപ്പെട്ട മനുഷ്യൻ മരിച്ചു കഴിയുമ്പം അതിനെതിരെ വിലാപം പുറപ്പെടുവിക്കും. പ്രകൃതി ദുരന്തം ഉണ്ടാകുമ്പം അവിടെ കരച്ചിലുമായിട്ട് ചെല്ലും. അതൊക്കെ ഭൂപ്രകൃതിയിലുണ്ടാകുന്ന മാറ്റം കൊണ്ടുണ്ടാകുന്നതാണ്. അത് വന്യജീവികൾ അതുങ്ങൾ ബോധത്തോടു കൂടി ചെയ്യുന്നതല്ല. ഇവിടെ ചില ആളുകൾ, വിദ്യാഭ്യാസമുള്ള ആളുകൾ മനുഷ്യരെ അതും കർത്തവ്യ നിർവഹണത്തിനിടയിൽ മർദ്ദിക്കുമ്പോൾ അവർക്കെതിരെ നിങ്ങളുടെ ഈ വിലാപവും നിങ്ങളുടെ പ്രതിഷേധവും ഉണ്ടാകുന്നില്ല? നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾ വിശ്വസിക്കുന്ന മൂല്യങ്ങളിൽ, നിങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ വൈദികരെ മാതൃകാപരമായി ശിക്ഷിക്കണം. എന്ന് മാത്രമല്ല, പൊതുസമൂഹത്തോട് മാപ്പ് പറയണം. ഞങ്ങൾ ഇത്തരം വൈദികരെ വെച്ചു പുലർത്തിയത് ഞങ്ങൾ ചെയ്ത തെറ്റാണെന്ന് ഈ പറയുന്ന സമൂഹത്തോട്, കേരള സമൂഹത്തോട് മാപ്പ് പറയണം. അതിനകത്ത് കയ്യിൽ സ്ലിങ്ങും തൂക്കിയിട്ട് നടക്കുന്ന മനുഷ്യൻ കഴിഞ്ഞ 1 വർഷമായിട്ട് സ്ലിങ്ങും തൂക്കിയിട്ട് നടക്കുന്നയാളാണ്. പൊതുവേദികളിൽ അദ്ദേഹം ഈ പറഞ്ഞ സ്ലിങ്ങും തൂക്കിയിട്ടിരിക്കുന്നതിൻ്റെ പടം ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തരാം. ഇതാരും മനസ്സിലാക്കുന്നില്ല. അദ്ദേഹത്തിന് ബാസ്കറ്റ് ബോൾ കളിയിൽ പരിക്കേറ്റ് കൈ ഒടിഞ്ഞ ആളാണ്. എന്നിട്ട് ഇപ്പോൾ കൈയും തൂക്കി നടക്കുക, എന്നെ പോലീസ് പരിക്കേൽപ്പിച്ചെന്നും പറഞ്ഞുകൊണ്ട്. ഇതെനിക്കും ചെയ്യാം. അതിൻ്റെ സത്യം എന്താണെന്ന് നാട്ടുകാർ മനസ്സിലാക്കണം. ഞാൻ അതുമാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ആരെയും വിധിക്കാൻ ഇവിടെ ആർക്കും അധികാരമില്ല. അതിന് കോടതികളുണ്ട്. സഹോദരി പറഞ്ഞത് ശരിയാണ്, കോടതികളുണ്ട്. അതിന് തീരുമാനിക്കേണ്ട അധികാര സ്ഥാനങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു വരുന്ന ഒരു സത്യം കറക്റ്റല്ലേ? അപ്പോൾ സത്യമെന്ന് അംഗീകരിക്കാൻ പറ്റില്ലേ? ഇവിടെ വന്യമൃഗങ്ങൾ എന്തെങ്കിലും ബോധത്തോടു കൂടിയാണോ മനുഷ്യനെ തല്ലുകയും മർദ്ദിക്കുകയും ചെയ്യുന്നത്? അല്ല. അവിടെ നിങ്ങൾക്ക് അപലപിക്കാൻ നേരമുണ്ട്. ഇവിടെ പ്രകൃതിക്ഷോഭം ഉണ്ടാകുന്ന ഏതെങ്കിലും ആളുകളുടെ കുഴപ്പം കൊണ്ടാണോ? അല്ലല്ലോ. അവിടെ നിങ്ങൾക്ക് അപലപിക്കാൻ നേരവും അതിന് ആർജവും ഉണ്ട്. എന്തുകൊണ്ട് ഒരു പോലീസുകാരന് പരിക്ക് പറ്റിയിട്ട് അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ നിങ്ങൾക്ക് നേരമില്ല? ഞാൻ പറഞ്ഞ അധികാരികളെക്കുറിച്ചാണ്. ഈ ചർച്ചയ്ക്ക് നടക്കുന്ന അധികാരികളുണ്ടല്ലോ, അവരുടെ മനസാക്ഷിയോടാണ് ഞാൻ ചോദിക്കുന്നത്, അല്ലാതെ വേറൊന്നിനോടും അല്ല ചോദിക്കുന്നത്. അവരതിന് ഉത്തരവാദിത്തപ്പെട്ടവരല്ലേ? അല്ലെങ്കിൽ വേണ്ട. നമ്മൾ മനസ്സിലാക്കുന്ന സാമൂഹിക നീതിയും സാമാന്യ നീതിയും അതല്ലെങ്കിൽ വേണ്ട. എനിക്ക് പ്രശ്നമില്ല. ഞങ്ങൾ ആരെയും വിധിക്കണമെന്നോ ആരെയും പുറത്താക്കണമെന്നോ നമ്മൾ പറയുന്നില്ല. പക്ഷേ ഒരു നീതിയുണ്ട്, ഒരു സത്യമുണ്ട്. അതിനുവേണ്ടി മാത്രമേ ഞങ്ങൾ സംസാരിക്കുന്നുള്ളൂ. നേരത്തെ ഉണ്ടായി ആ സമവായ സർക്കുലർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഭ്രാന്ത് പിടിക്കും. സമവായ സർക്കുലറിൻ്റെ ആദ്യം പറഞ്ഞിരിക്കുന്നത്, ഞാൻ വേണമെങ്കിൽ സർക്കുലർ വിതരണം ചെയ്യാം, അതൊന്ന് പഠിക്കേണ്ടതാണ്. ഈ 4/2024 എന്ന് പറയുന്ന ഒരു എന്താ പറയുക സർക്കുലറാണ് ആദ്യം വന്നത്. ആ 4/2024 സർക്കുലർ പറഞ്ഞിരിക്കുന്നത്, കഴിഞ്ഞ ജൂലൈ 3 മുതൽ ഏകീകൃതമല്ലാത്ത ഒരു കുർബാനയും, ഏകീകൃതം എന്ന് വെച്ചാൽ സഭ അംഗീകരിച്ച കുർബാനയല്ലാതെ വേറൊരു കുർബാനയും സീറോ മലബാർ സഭയിൽ നിലനിൽക്കുകയില്ല. ആ കുർബാനയല്ലാതെ മറ്റൊരു കുർബാന ചെല്ലുന്ന ആളുകൾ, വൈദികർ ഈ പള്ളിയിൽ നിന്ന് പുറത്താണ്. അത് കഴിഞ്ഞ് രണ്ടാമതൊരു സിനഡാനന്തര സർക്കുലർ വന്നു. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അതുമാത്രം പോലെ രണ്ടാമതൊരു കണ്ടീഷൻ കൂടി വെച്ചു. എന്താണ് ആ കണ്ടീഷൻ? നിങ്ങൾ കുർബാന ചെല്ലാതിരുന്നാൽ മാത്രം പോരാ, ഒരു കുർബാനയെങ്കിലും ഞായറാഴ്ചകളിലും കടമുള്ള തിരുനാളുകളിലും ഏകീകൃത രൂപത്തിൽ ചെല്ലണം. അപ്പോൾ ചെല്ലാതിരിക്കാനൊരു തീരുമാനമെടുത്താൽ അവിടെയും കുഴപ്പമാണ്. ചെല്ലിയിരിക്കണം ഒരു കുർബാനയെങ്കിലും. ഇത് കഴിഞ്ഞിട്ട് മൂന്നാമത് നമ്മൾ ഈ പറയുന്ന സമവായ സർക്കുലർ വന്നു. അത് വായിച്ചാൽ അല്പമെങ്കിലും തലയ്ക്ക് സ്ഥിരബുദ്ധിയുള്ളവർക്ക് അതും കൂടി ഇല്ലാണ്ടാകും. ആദ്യം പറയുന്നു ഏകീകൃതമല്ലാത്ത ഒരു കുർബാനയും ചെല്ലരുത്, ചെല്ലിക്കഴിഞ്ഞാൽ സഭയ്ക്ക് പുറത്ത് അത് അതുപടി നിലനിൽക്കും. ശരിയല്ലേ? അങ്ങനെ ഉണ്ട്. രണ്ടാമത്തത്,
ഞായറാഴ്ചകളിലും കടമുള്ള തിരുനാളുകളിലും ഒരു കുർബാനയെങ്കിലും ഏകീകൃത രീതിയിൽ ചെല്ലണം. അതും ശരിയാണ്. മൂന്നാമത്താണ് പറഞ്ഞിരിക്കുന്നത്, ആ ഒരു കുർബാന ചെല്ലിയാൽ ആദ്യത്തെ പറയുന്ന കണ്ടീഷൻ മാറി, നിങ്ങൾക്ക് എന്തും ചെല്ലാം. എങ്ങനെ ഇത് പൊരുത്തപ്പെടുന്നത്? ഈ ഒരു നിയമം അല്ലെങ്കിൽ ഈ ഒരു കത്ത് പുറപ്പെടുവിക്കുന്ന ആളുകൾക്ക് സാമാന്യ ബുദ്ധി ഉണ്ടാവണ്ടേ? മനുഷ്യനെ ഒരുമാതിരി വിഭ്രാന്തിയിലാക്കുന്ന ഇത്തരം ഈ കോപ്രായങ്ങൾ കാണിക്കുന്നവരെ എന്ത് പേര് ചൊല്ലിയാണ് വിളിക്കേണ്ടത്? എന്ന് മാത്രമല്ല, ഇപ്പോൾ ഒരു കാര്യം കൂടി വന്നിട്ടുണ്ട്. ഇതിൽ സിനഡിന് പങ്കില്ല. സിനഡിന് വെളിയിൽ സിനഡിൻ്റെ അംഗീകാരമില്ലാതെ ഒരു കുറുമുന്നണി കൂട്ടം കൂടി ഇരുന്നുണ്ടാക്കിയ പരിപാടിയാണ് ഇത്. അതെങ്ങനെ അംഗീകരിക്കാൻ പറ്റും? ഏകീകൃത കുർബാന മാത്രമേ പാടുള്ളൂ എന്ന് പറയുന്നു. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് മറ്റേ കുർബാന നിർത്തിവെക്കാൻ കുഴപ്പമില്ല. പക്ഷേ പിന്നെ ആ കുർബാന ചെല്ലാമെന്ന് പറയുന്നത് എങ്ങനെ അംഗീകരിക്കാൻ പറ്റും മാഡം? അതിലേ എനിക്ക് പ്രശ്നമുള്ളൂ. നിങ്ങൾ ഏകീകൃതമല്ലാത്ത ഒരു കുർബാനയും ചൊല്ലിക്കൂടാന്ന് പറയുന്നു, ഒരു അനുശാസനം കൊടുക്കുന്നു. അങ്ങനെയുള്ളവർ സഭയ്ക്ക് പുറത്തുനിന്ന് പറയുന്നു. അങ്ങനെ പറഞ്ഞിട്ട് അതേ ശ്വാസത്തിൽ തന്നെ പറയാം മറ്റേ ഈ ഒരു കുർബാന ചൊല്ലിയാൽ പിന്നെ എന്തോ ആകാമെന്ന് പറഞ്ഞാൽ അതെങ്ങനെ അംഗീകരിക്കുക? അത് നിയമപരമായി ഞങ്ങൾക്ക് പ്രതീക്ഷ എന്ന് പറയുന്നത് ക്രമസമാധാന പ്രശ്നത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ സംസ്ഥാനം ഇടപെടുന്നതുകൊണ്ട് സിവിൽ നിയമങ്ങൾ ബാധകമായതുകൊണ്ട് ഇവർക്ക് അതിൻ്റെ പുറത്ത് അധികം വേഷം കെട്ട് നടത്താൻ പറ്റില്ല. മറ്റതിനെ സംബന്ധിച്ചിടത്തോളം കർക്കശമായ നടപടി എടുക്കാനായിട്ട് നമ്മുടെ സഭാപിതാക്കന്മാരെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ അലട്ടുന്നുണ്ട്. അതവർ കൃത്യമായിട്ട് പുറത്ത് പറയട്ടെ. ഇതാണ് ഇതിൻ്റെ പ്രശ്നം. ഭൗതികമായ ചില കാര്യങ്ങൾ ഇവരെ അലട്ടുന്നുണ്ട്. അതല്ല എങ്കിൽ ഈ കാര്യത്തിൽ കൃത്യമായൊരു തീരുമാനമെടുക്കാൻ എന്തുകൊണ്ട് സഭാ നേതൃത്വത്തിന് സാധിക്കുന്നില്ല?